നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഓണത്തിന് നമ്മളുടെ വീട്ടിൽ നമുക്ക് നല്ല അട ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാൻ റാഗി കൊണ്ടാണ് നല്ല അട ഉണ്ടാക്കിയിട്ടുള്ളത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ റാഗി അട നമുക്കിതിനെ വേണമെങ്കിൽ കുമ്പിളപ്പം എന്നും വിളിക്കാം. കാരണം ഞാൻ ആ ഷേപ്പിലാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റാഗി അട ഓണക്കാലത്ത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേഗം നമുക്ക് റാഗി അട പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. അടയുണ്ടാക്കാൻ നമുക്ക് ആവശ്യം 2 റോബസ്റ്റ പഴമാണ്. ഇത് റോബസ്റ്റ പഴമല്ല, ഇത് ഫിലിപ്പൈൻസിൽ നിന്നുള്ള അതിനോട് സാമ്യമുള്ള ഒരു പഴമാണ്. ഇനി കുറച്ച് വാഴയിലയാണ് ആവശ്യം. അത് നമുക്ക് ഒരു കോൺ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറച്ച് ഫ്രഷ് തേങ്ങയാണ്. ഇത് റാഗി പൊടിച്ചതാണ്. നിങ്ങൾക്ക് വീട്ടിൽ റാഗി കഴുകി പൊടിച്ച് സൂക്ഷിക്കാം, അതിൽ നിന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടും, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യം ശർക്കരയാണ്. ഞാനത് പാനിയാക്കി വെച്ചിരിക്കുന്നതാണിത്. നേരത്തെ എൻ്റെ ഫ്രിഡ്ജിലിരുന്നതാണ്. അപ്പോൾ തണുപ്പൊക്കെ പോയിട്ട് ഇപ്പം യൂസ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ശർക്കര പാനി കയ്യിലില്ലാത്തവർ ആവശ്യത്തിന് ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്ന് വറ്റി വരുമ്പം അത് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് പഴം ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ്. എപ്പോഴും ഫ്രഷ് തേങ്ങ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ ഒരു 1/2 കപ്പ് ഫ്രഷ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പൊടിയെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ആ പഴം അടിച്ചെടുത്തതിലേക്ക് തേങ്ങയും റാഗിയും കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനൊരു പ്രത്യേകിച്ച് അളവില്ല, അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. എന്നാലും ഒരു ഏകദേശം 1/2 കപ്പിന് മുകളിൽ വേണ്ടി വരും. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഇലയിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസി, ആ ലൂസാണ് നമുക്ക് ആവശ്യം. കോൺ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന വാഴയിലയിലേക്ക് നമുക്ക് ഒരു 3 സ്പൂണൊക്കെ ഒഴിച്ചതിന് ശേഷം ആ മുകളിലേക്ക് ഇരിക്കുന്ന ഭാഗം ഒന്ന് മടക്കി വെച്ച് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. എനിക്കിവിടെ ഒരു വാഴയിലായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ഷേപ്പൊക്കെ ആക്കി എടുത്തത്. കീറിപ്പോയ വാഴയിലൊക്കെ ഞാനിങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയൊക്കെ എടുത്താണ് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുത്തത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒരു 20-25 മിനിറ്റ് എങ്കിലും ഒരു മീഡിയം തീയിൽ ആവി കയറ്റിയെടുക്കാം. ഒരു ഏകദേശം 25 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി, നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഓണക്കാലത്ത് ഈ സ്വാദിഷ്ടമായ റാഗി അട പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പം മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.